യെസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടു കാണും എന്താണ് ഇവരുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത്. ദീൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ദീൻ സംരക്ഷണമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലാകുന്നത് വരേക്കും നിങ്ങൾ ജിഹാദിന് പുറപ്പെടുക എന്ന ആ ഒരു ആത്യന്തികമായ ലക്ഷ്യം ഓരോ മുസ്ലിമിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നത്. പക്ഷെ ഭാഗ്യവശാൽ, നിർഭാഗ്യവശാലല്ല, ഭാഗ്യവശാൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് ആ കാര്യം അറിയില്ല. കാരണം അവർ അഴകുഴമ്പൻ മുസ്ലിങ്ങളാണ്. ഇസ്ലാം എന്താണ് എന്ന് അറിയാതെ ജീവിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, ഇഗ്നറൻറ്റ് മുസ്ലിംസ് ആണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോകം ഇന്ന് സമാധാനപൂർവ്വം നിലനിൽക്കുന്നത്. യഥാർത്ഥ ഇസ്ലാം മനസ്സിലാക്കിയിട്ടുള്ള റിയൽ മുസ്ലിംസ് ആണ് ഇവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരെല്ലാം ഒന്നുകിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അവർ എക്സ് മുസ്ലിംസ് ആയിട്ടുണ്ടാവും. അതുമല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന മുനാഫിക്കുകളായിട്ട്, എക്സ് മുസ്ലിം തന്നെയാണ് അവർ, പക്ഷെ അവർ പുറത്ത് പറയാതെ ഈ പറയുന്ന എക്സ് മുസ്ലിംസ് ആയിട്ട് ജീവിക്കുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം ഇസ്ലാം യഥാർത്ഥത്തിൽ പഠിച്ചാൽ 2 ഔട്ട്കമാണ് ഉള്ളത് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒന്നുകിൽ അവർ പൊട്ടിത്തെറിക്കും, അതല്ലെങ്കിൽ അവർ എക്സ് മുസ്ലിംസ് ആവും. അതല്ലാതെ ഇവിടെ കിടന്ന് മെഴുകുന്ന, കമൻ്റ് ഇട്ട് നിലവിളിക്കുന്ന പാവം പിടിച്ച നമ്മളെ കോയ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തെളിവെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. അവരുടെ കൈവിരൽ ഒന്ന് അനക്കി ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള തെളിവുകളാണ് അവരുടെ മുന്നിലുള്ളത്. ഹദീസുകളുണ്ട്, തഫ്സീറുകളുണ്ട്, പലതരം കിതാബുകൾ, ഏത് വേണമെന്നുള്ളത് എടുത്താൽ മതി. അത് മുത്തുച്ചിപ്പി നിലവാരമുള്ളത് മുതൽ അങ്ങ് മുകളിലേക്ക് ഏത് നിലവാരം വരെ എടുക്കാവുന്നതും നമുക്ക് കിട്ടും. അത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്, അത് ഏത് നിലവാരം വേണമെന്നും എങ്ങനെ എടുക്കണമെന്നൊക്കെ. അതിന് തയ്യാറാകാതെ ഇങ്ങനെ സ്പൂൺ ഫീഡിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്ന വിശ്വാസികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പോകുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടു, ഇത് ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന സിംസാറുൽ ഹക്ക് ഹുദവി പറഞ്ഞു വെച്ച കാര്യമാണ് നമ്മളെ തള്ള ഹുദവി. ആ തള്ള ഹുദവി പറഞ്ഞ കാര്യം അന്ന് ഇതുപോലെ പറഞ്ഞു. നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഓണം ആഘോഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ വിമർശിച്ചു. അതേപോലെ നിങ്ങൾ ഓർഗൻ ഡൊണേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓർഗൻ അതൊരു മുസ്ലിമിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അതേസമയം സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരിൽ നിന്നും സ്വീകരിക്കാം എന്നൊക്കെയുള്ള കാര്യം ഇതുപോലെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് മതപരമായ ചിന്ത കുത്തിയിറക്കുന്ന ഒരു നമ്പർ 1 ഭീകരവാദി അല്ലെങ്കിൽ ഒരു ജിഹാദിയാണ് സത്യത്തിൽ ഈ പറയുന്ന സിംസാറുൽ ഹക്ക് ഹുദവി എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത് ഇതുപോലെ നമ്മളുടെ ഇടയിൽ കറങ്ങി നടക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന, ഇതുപോലെ വേഷപ്രച്ഛന്നരായിട്ട് പണ്ഡിതൻ എന്നൊക്കെയുള്ള ഒരു ടാഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തോ വലിയ ആളുകളാണ് എന്നൊരു ധാരണ ആളുകൾക്ക് സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് പാവം വിശ്വാസികളെ പറ്റിക്കുന്ന നമ്പർ 1 ജിഹാദികളാണ് ഇതുപോലെയുള്ള ആളുകൾ. ഇവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു ജിഹാദിയെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ ജാക്കിർ നായിക്ക്, എങ്ങനെയാണ് അദ്ദേഹം ഓരോന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അത് പിന്നെ മുജാഹിദാണ്, സലഫിയാണ് എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം. പക്ഷേ ഇദ്ദേഹം സലഫിയല്ല, ഇദ്ദേഹം സുന്നികളുടെ വേദികളിൽ കറങ്ങി നടന്ന് പ്രസംഗിക്കുന്ന ആളാണ്. ഇതുപോലെ പല ആളുകളുണ്ട്. നമ്മൾ അലിയാർ കാസമി നമ്പർ 1 ജിഹാദിയാണ്. അതുപോലെ അർബൻ ജിഹാദി എന്നാണ് നമ്മൾ അവരെ വിളിക്കാറുണ്ട്, ഞാനൊക്കെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവർ ഒറ്റ നോട്ടത്തിൽ അവർക്ക് ഒരു മോഡേൺ പരിവേഷമാണ്. തങ്ങളെന്തോ പുതിയ നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന, കുറച്ച് പുരോഗമനമൊക്കെ പറയുന്ന ആളുകളാണ് എന്ന് പറയുന്ന ആളുകളാണ്. അതിൽപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ. എം അക്ബർ, അത് പിന്നെ സലഫിയാണ്. മുജാഹിദ് ബാലുശ്ശേരി, എങ്ങനെയാണ്, അതൊക്കെ സലഫി കാറ്റഗറിയിലുള്ള ആളുകൾ. അത് കൃത്യമായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നുണ്ട്, നമുക്ക് വേറെ തന്നെ കാണാം. പക്ഷെ ഇതുപോലെയുള്ള അർബൻ ജിഹാദികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നമ്മൾ അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ഒരു ജംഗ്ഷൻ കാക്ക എന്ന് ഞാൻ വിളിക്കുന്ന ആള്, അദ്ദേഹം നമ്പർ 1 അർബൻ ജിഹാദിയാണ്. അദ്ദേഹമൊക്കെ പരത്തി വിടുന്ന ഇതുപോലെയുള്ള ചില വാദങ്ങൾ നമ്മൾ കേട്ടു നോക്കണം. എങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ ഈ ഇതുപോലെ വിഷമം വമിപ്പിക്കുന്ന ഓരോ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, ഇതുപോലെയുള്ള ജിഹാദികൾക്ക് കൂട്ടു നിൽക്കുന്നത് എങ്ങനെ എന്ന് നമുക്കപ്പം മനസ്സിലാവും. എന്നാൽ ഇക്കൂട്ടത്തിൽ വ്യത്യസ്തരായിട്ട് നിൽക്കുന്ന 2 പേരെ ആര് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, 1 നമ്മൾ മുസ്തഫ മൗലവിയും, 2 നമ്മൾ ഹൈത്തമിയും തന്നെയാണ്. ഹൈത്തമി നല്ല ഒരു ഒന്നാം തരം കഞ്ചാവ് അടിക്കാത്ത ഒരു സൂഫിയാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസന്റേഷനിൽ ആ ഒരു ഡിസ്കഷനിൽ പറയുന്നുണ്ട്, ഒറിജിനൽ ആ പറയുന്ന സൂഫി എന്ന് പറയുന്നത് കഞ്ചാവ് അടിക്കുന്ന സൂഫിയാണ്, ഞാൻ കഞ്ചാവ് അടിക്കാത്ത സൂഫിയാണ് എന്ന് സ്വയം അദ്ദേഹം പറയുന്നു. ഇത് തന്നെയാണ് എനിക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാദങ്ങളിലും അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങളിലൊക്കെ കുറച്ചും കൂടി ഒരു മറ്റു മതക്കാരോടൊക്കെ ഒരു ചെറിയ സ്നേഹവും അല്ലെങ്കിൽ ഒരു കരുതലും ഒക്കെ നമുക്ക് അവരുടെ വാദങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ അതിലെല്ലാം വളരെ നല്ല ഒരു നീക്കം നടത്തുന്ന ആളാണ് മുസ്തഫ മൗലവി. അദ്ദേഹത്തിന്റെ വാദം കേട്ടുകഴിഞ്ഞാൽ ഇത് ഇസ്ലാം ആണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അദ്ദേഹം സ്വയം മൗലവി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും
വിശ്വാസികൾ അദ്ദേഹത്തെ വിളിക്കുന്നത് എക്സ് മൗലവി എന്നാണ്, അതല്ലെങ്കിൽ അദ്ദേഹം മുർത്തദാണ് എന്നാണ് അവർ പോലും വിധി എഴുതിയിരിക്കുന്നത്. അധികം വൈകാതെ നമ്മളുടെ ഹൈത്തമിയും ആ ഒരു ഗണത്തിലേക്ക് തള്ളപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം സൂഫികൾ എന്ന് പറയുന്നത് ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന മുർത്തദുകൾക്ക് സമാനമാണ്, അല്ലെങ്കിൽ മതം വിട്ടവർക്ക് സമാനം തന്നെയാണ്. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, ഈ തെളിവ് നമുക്ക് ആദ്യം കിട്ടുന്നു, അല്ലെങ്കിൽ ഈ ഒരു അധ്യാപനം നമുക്ക് ആദ്യമേ കിട്ടുന്നു. അത് നമ്മൾ പറയുന്ന സമയത്ത് അത് ഇസ്ലാമാണ് എന്ന് മനസ്സിലാക്കി ഇത് ശിരസാ വഹിച്ച ഒരു സമൂഹമാണ് നമ്മൾ മുന്നിലുള്ളത്. ഇദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ട് മുസ്ലിമിന്റെ കിഡ്നി അന്വേഷിച്ച് നടന്നിട്ടുള്ള വിശ്വാസികളുണ്ട് നമ്മളുടെ ഇടയിൽ. ഇദ്ദേഹം പറയുന്നത് കേട്ട് ഓണം ഡിപ്ലോമാറ്റിക് ആയിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയ വിശ്വാസികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇദ്ദേഹം പറയുന്നത് കേട്ട് മുസ്ലിമത്തായ ഗൈനക്കോളജിനെ തപ്പി നടന്ന വിശ്വാസികളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ കിട്ടാതെ വന്നപ്പോൾ മുസ്ലിമത്തല്ലാത്ത പെൺ ഗൈനക്കോളജിനെ തപ്പി നടന്നിട്ടുള്ള വിശ്വാസികളാണ്. അവരെയും കിട്ടാതെ വന്നപ്പോൾ മുസ്ലിമത്തായ ആൺ ഗൈനക്കോളജിനെ തപ്പി നടന്നു. എന്നിട്ടും കിട്ടാതെ വന്നപ്പോൾ മുസ്ലിമത്തല്ലാത്ത ആൺ ഗൈനക്കോളജിന്റെ അടുത്തേക്ക് അവർ പോകാൻ നിർബന്ധിതരായി. അങ്ങനെ പോകാൻ നിർബന്ധിതരായപ്പോൾ അതിൽ കുറ്റബോധം, അദ്ദേഹം തന്നെ ഒരു വാക്ക് പറയുന്നുണ്ട്, അള്ളാഹു മുഖത്ത് പോലും നോക്കില്ല, അവരെ ഒരു പ്രത്യേക പേരെടുത്ത് വിളിക്കുമെന്ന് പറയുന്നു. അത് പേടിച്ച് ആ ഭയം ഉൾക്കൊണ്ട് നടന്ന് അതൊരു വലിയ ഒരു കുറ്റബോധമായി, എന്തോ വലിയൊരു സിൻ എന്ന് പറയുന്ന സാധനം താൻ ഏർപ്പെട്ടു എന്നുള്ളൊരു കുറ്റബോധത്താൽ ഉറക്കം നഷ്ടപ്പെട്ട് ഒരു കാര്യത്തിലും ഏർപ്പെടാൻ സാധിക്കാതെ തനിക്ക് ജനിച്ച കുട്ടി ഹറാമായി പോയോ എന്ന് പോലും ചിന്തിച്ച് ജീവിക്കുന്ന വിശ്വാസികളുണ്ട് ഈ ലോകത്ത്. അവര് അതിൻ്റെ ആ പാപം, അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി നിത്യവും തൗബ ചെയ്ത്, അതായത് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നിട്ടും മതി വരാതെ ഇത് ഈ പേരും പറഞ്ഞ് ഉംറയ്ക്ക് പോകുന്നവരും ഹജ്ജിന് പോകുന്നവരും ആടിനെ അറുത്തു കൊടുക്കുന്നവരും അതുപോലെ പല പല നേർച്ചകളും നേർന്ന് ജീവിതകാലം മുഴുവൻ ഈ കുറ്റബോധത്തിൽ ജീവിക്കുന്ന ആളുകൾ. എന്താണ് അവർ ചെയ്ത തെറ്റ്? അവര് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് മുസ്ലിമോ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തതോ ആയ ഒരു ആൺ ഗൈനക്കോളജിനെ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ തലയിൽ എന്താണ് ഓടുന്നത്? ഇപ്പൊ ഞാനൊക്കെ ഒരു മെഡിക്കൽ ഫീൽഡ്, സംഭവം ഹോമിയോ ഡോക്ടർ ആണെങ്കിലും നമ്മളും കുറെ പ്രസവമൊക്കെ കണ്ടതാണ്. ഇതൊക്കെ കണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ പരിശീലിച്ചും നമ്മൾ അതിനു വേണ്ടിയൊക്കെ ഇടപെട്ടുമൊക്കെ നിന്ന ഒരാൾ എന്നുള്ള രീതിയിൽ, ഇതെല്ലാം ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒറ്റ കാര്യമേ പറയുള്ളൂ. സിംസാറുൽ ഹക്ക് ഹുദവി അല്ലെങ്കിൽ സിംസാറുൽ ഹുക്ക് ഹദവി ഇതുപോലെ ഒരു ജിഹാദി ആയത് നന്നായി എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊന്നും ഒരിക്കലും ഈ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് വരാതിരുന്നത് നന്നായി എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ മെഡിക്കൽ പ്രൊഫഷന്റെ ഒരു എത്തിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അവിടെ എങ്ങനെയാണ് ഒരു രോഗിയോട് നമ്മൾ പെരുമാറേണ്ടത് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ ബയോ എത്തിക്കൽ ഒരു ഡീറ്റെയിലിംഗ് അവിടെ ഉണ്ട്. എങ്ങനെയാണ് ബയോ എത്തിക്സ് ഇത്തരം കാര്യങ്ങൾ നേരിടുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള വിടുവായ്ത്തരങ്ങൾ വലിയ സംഭവമായിട്ട് വിളിച്ചു പോകുന്നത്. ബയോ എത്തിക്സിനെ കുറിച്ച് നമ്മുടെ പടച്ചോന് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം. കാരണം നമ്മൾ എന്താ പറയുന്നത്, എങ്ങനെയാണ് മെഡിക്കൽ എത്തിക്സ് അല്ലെങ്കിൽ ബയോ എത്തിക്സിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുന്നതും അവിടെ മുന്നോട്ട് വച്ചിരിക്കുന്നതും, അവിടെ നമ്മളെ മുന്നിൽ വരുന്ന ആ ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്നത് അതൊരു വൾണറബിൾ പോപ്പുലേഷൻ ആണ്. അങ്ങനെ ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് അതൊരു പേഷ്യൻ്റായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അവരോട് ഏത് രീതിയിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ബയോ എത്തിക്സിൻ്റെ കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒന്ന്, റെസ്പെക്ട് ദ ഓട്ടോണോമി, ആ പേഷ്യൻറ്റിൻ്റെ ഓട്ടോണോമിയെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട്, അവരുടെ ആ ബോഡിയിലെ ഇൻറ്റഗ്രിറ്റിയെ നമ്മൾ അവിടെ അംഗീകരിക്കുക എന്നുള്ളതാണ്. മൂന്ന്, അവരോട് നീതിപൂർവം നിലനിൽക്കുക, അവർക്ക് ആ കിട്ടുന്ന ചികിത്സയുടെ ഭാഗമായിക്കൊണ്ട് അതെന്ത് തന്നെ ആയാലും അത് അവർക്ക് ഗുണമുള്ളതാക്കി മാറ്റണം എന്നുള്ളതാണ്. അതുപോലെ അവർക്കൊരു ദോഷം, ഡു നോ ഹാം എന്ന് പറയുന്ന മാൽഫീസൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്, ഒരു പ്രിൻസിപ്പിളാണ്. അതുപോലെ ബെനിഫിസൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്, അവർക്ക് ഗുണമുണ്ടാകണം. അങ്ങനെ ഓട്ടോണോമി, ബെനിഫിസൻസ്, മാൽഫിസൻസ്, അതുപോലെ ജസ്റ്റിസ്, ഇങ്ങനെ 4 കോർ പ്രിൻസിപ്പിൾസ് ആണ് ബയോഎത്തിക്സ്. ഇതെവിടെയാണ് നിങ്ങൾക്ക് ഖുർആൻ പഠിച്ചാൽ കിട്ടുക? ഇതെവിടെയാണ് നിങ്ങൾക്ക് ഖുർആൻ മറിച്ചു നോക്കി ഇരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുക? ഇതൊന്നും തലയിലേക്ക് വരാതെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വിടുവായുത്തരങ്ങൾ പറയാൻ, അത് കേട്ട് കൈയടിക്കാനും മാഷാ അല്ലാ എന്ന് പറയാനും അൽഫഹമെന്തില്ല എന്ന് പറയാനും ഒക്കെ കുറച്ച് വിശ്വാസികൾ മുന്നിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള വിടുവായുത്തരങ്ങൾ പറയുന്നത്, അബദ്ധങ്ങൾ വിളിച്ചു പോകുന്നത്. ഇതെല്ലാം വിശ്വാസി സമൂഹം തിരിച്ചറിയും. കാരണം ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ 6-ാം നൂറ്റാണ്ടിലെ തലച്ചോറുമായിട്ടല്ല ഇവിടെ ആളുകൾ ജീവിക്കുന്നത്. അത് വിശ്വാസികളടക്കം ചിന്തിക്കാൻ ധൈര്യപ്പെടുന്ന ഒരു സമൂഹമാണ് ഇവിടെ വാർത്ത് സ്വയം വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുന്നിൽ നിങ്ങൾ ഈ വെക്കുന്ന വാദങ്ങളൊന്നും ഇനി അധികം വില പോകില്ല എന്നുള്ളതാണ്. അതുപോലെ ഓരോ പേഷ്യൻറ്റിനോടും എങ്ങനെ പെരുമാറണം എന്നുള്ളത്,
ഇത് ഈ പറയുന്ന ഓരോ കാര്യവും നമ്മൾ എടുത്തു കഴിയുമ്പോൾ ആ വൾണറബിൾ പോപ്പുലേഷൻ അവിടെ എങ്ങനെയായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ നിയമങ്ങളുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആളുടെ ജെൻഡർ പോലും നമുക്കൊരു വിഷയമല്ലാതെയായി മാറുകയും അവരുടെ പ്രശ്നങ്ങൾ മാത്രം നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു കാഴ്ച അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ധാരണയൊക്കെ ഉണ്ടാകണം എൻ്റെ പൊന്ന് കാക്ക എന്ന് എനിക്ക് പറയാനുള്ളൂ പൊന്നാര ഈ ഹുദവിയോട്. ഇതറിയാതെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാതെ ഒന്നും നിങ്ങൾക്ക് ഇത് ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ ഉസ്താദുമാരുടെ മുന്നിലേക്ക് വരുന്ന പിഞ്ചു കുട്ടികളെ നിങ്ങൾക്ക് വെറും ലൈംഗിക വസ്തുവായിട്ട് കാണാനും അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാനും അവരെ പീഡിപ്പിക്കാനും നിങ്ങൾ അടക്കം പഠിച്ചിട്ടുള്ള ആ ഹുദവി കോളേജിലെ ലൈംഗിക വെളിച്ചെണ്ണ കഥകൾ ഇതുപോലെ അസ്കർ അലി ഹുദവി വന്ന് വിളിച്ചുപോയി അത് നിങ്ങൾക്ക് തന്നെ നാണക്കേടാവുന്ന അവസ്ഥയിലേക്ക് എത്തിയതും ഇന്ന് നിങ്ങൾ ആ പ്രസംഗത്തിന് ശേഷം അസ്കർ വന്നതിന് ശേഷം എങ്ങനെയൊക്കെയാണ് ഈ ഹുദവി കോളേജുകളിൽ കാര്യങ്ങൾ വെടിപ്പാക്കാൻ വേണ്ടി കടന്ന് പരക്കം പായുന്നതെന്നുള്ളതെല്ലാം നമുക്കിവിടെ വിവരം കിട്ടുന്നുണ്ട്. കാരണം ഹുദവി കോളേജിൽ അടക്കം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല അധ്യാപകരും ഇന്നിപ്പോൾ മതം വിടുന്നതിൻ്റെ വക്കിലാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പോകുന്നത് ഇതുപോലുള്ള ഹോമിയോ ഡോക്ടർമാരൊന്നും ആയിരിക്കില്ല. ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഹുദവിമാരും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറേ അഹ്സനിമാർ അതല്ലെങ്കിൽ സുല്ലമിമാർ ദാരിമിമാർ ഇതുപോലുള്ള ആളുകളാണ് ഇനി നിങ്ങളോട് സംവദിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു താക്കീതും കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ പറയുന്നത് ഇതുപോലെ കാര്യങ്ങൾ നിങ്ങളുടെ തലച്ചോറുകൊണ്ട് ചിന്തിച്ച് എല്ലാ ഡോക്ടർമാരും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുക എന്നൊക്കെ ഇതുപോലെ പറയുമ്പോൾ അതുപോലെ എല്ലാ കാര്യവും ഇപ്പോൾ സ്ത്രീകൾ വസ്ത്രം ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ ലൈംഗികമായിട്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് അത് നിങ്ങളുടെ പ്രശ്നമാണ്. ഓരോ പുരുഷനും അങ്ങനെയാണ് കാണുന്നത് എന്ന് നിങ്ങൾ ധരിച്ച് നിങ്ങൾ ഇതുപോലെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ ഞാൻ അതിനകത്ത് ഇനി കറങ്ങി കുളമാക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അവസാനമായിട്ടൊരു കാര്യം, ഇത് മുന്നേ നമ്മൾ ഷെയർ ചെയ്തതാണ്, എന്നാൽ ഒന്നും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കിടപ്പുണ്ട്,